ഹായ് ഗൈസ്, എല്ലാവർക്കും നമോവാകം. അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നാം രേണുവക്കയെ കുറിച്ച് സംസാരിക്കുന്നത്. രേണുക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ വിപിൻ ലാൽ, ഇവരുടെ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ ആയിട്ടുള്ള വിപിൻ ലാൽ ഇവരായിട്ടുണ്ടായിരിക്കുന്ന ഒരു ക്ലാഷ്, ഒപ്പം ഷെഫീന ബീവി ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമിയോ ആയിട്ട് എൻ്റർ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മറ്റൊരു യൂണിവേഴ്സ് അവിടെ ബിൽഡായിട്ട് അങ്ങനെ ഒരു ക്ലാഷ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനോട്ട് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ച് പോകുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം, ഇതിനകത്ത് രണ്ടെണ്ണം ഉടായ്പാണ്. രേണുവക്കനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വിപിൻ ലാൽ അതിനെക്കാട്ടി വലിയ വേൾഡ് ക്ലാസ് ഉടായ്പാണ്. ഈ ലിപ്ലോക്ക് സീനൊക്കെ ചെയ്യണോ അത് ഇതെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അയാൾ ലാസ്റ്റ് പറയാ എനിക്ക് അത്രയും വലിയ ഗതികേടൊന്നും ഇല്ല എന്നുള്ളത്. എന്നാൽ പിന്നെ വിളിച്ചോണ്ട് വരുമ്പോൾ ഇത് ആലോചിക്കണം, അന്നേരം ഈ ഗതികേടിന്റെ സാധനം ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇങ്ങേര് ഉടായ്പാണ്, വേൾഡ് ക്ലാസ് ഉടായ്പാണ്, രേണുവക്ക ഉടായ്പാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് രേണുവക്കയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാനകത്തുള്ളേക്കുന്ന അതിനകത്തുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ്, എക്സ്ക്ലൂസീവ് കുറച്ച് സംഭവങ്ങൾ പല ആളുകളും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടേക്കുന്ന രണ്ട് സംഭവങ്ങൾ നമുക്ക് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമുക്ക് കാണാം. വരൂ സുഹൃത്തുക്കളെ. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ കമ്മലൊന്ന് മുറുക്കട്ടെ. കുറേ നാളെ സ്റ്റഡ് ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കും. രേണുവക്ക ബാക്കി പറഞ്ഞാട്ടെ, നമുക്ക് ബാക്കി കാണാം. ഭയങ്കര സങ്കടത്തിലും ടെൻഷനുമാണ്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തു. രേണുവക്ക പഴയ ആളില്ല കേട്ടോ. രേണുവക്ക ഒരുപാട് മാറിപ്പോയി. ജീവിച്ച് കാണിക്കുന്നു, കാണിച്ച് ജീവിക്കുന്നു. എന്നാണെങ്കിൽ റീസെന്റ് ആയിട്ട് രേണുവക്കനെ സപ്പോർട്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പ്രിയങ്കാനോ, പുള്ളിക്കാരിയെ കൊടുത്തേക്കുന്ന ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. കിച്ചുവിന്റെ ആ ഒരു വീഡിയോ ഒക്കെ വന്നതിന് ശേഷമുള്ള മാറ്റമാണെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും ആദ്യം കുറെ നാളുകൾക്ക് മുന്നേ പുള്ളിക്കാരി രേണുവക്കനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അനാവശ്യമായിട്ടുള്ള കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ്? അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. സ്ത്രീകൾ എല്ലാവരും നല്ലവരാണെന്നല്ല, ചിലവർ മോശമായിട്ടുള്ളവരുണ്ട്, ചിലരും നല്ലവരുണ്ട്. അപ്പോൾ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതൊന്നും അവരുടെ ആരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. രേണു സുധി എന്ന് പറയുന്ന കുട്ടി ചെയ്യുന്ന വീൽസും അതും ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നത് തന്നെയാണ്. അവർ വഴിക്ക് വിട്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അവരിപ്പോൾ എന്താ അവസ്ഥയിലായി? ആരുടെ മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിൽ പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസ് ചെയ്ത് കാശുണ്ടാക്കി. നമുക്കെന്താ ഇതിന്റെ അഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്. അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ. ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ ആണ്. അത്രേ ഉള്ളൂ. രേണുവക്ക നന്നായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. എന്താണ് ആൾക്കാർക്കൊക്കെ എന്താണ് പ്രശ്നം? എന്നാണെങ്കിലും അതിനുശേഷം നമ്മുടെ പ്രിയങ്കാനും പുള്ളിക്കാരി പറഞ്ഞാൽ നമുക്കൊന്ന് കേൾക്കാം. സത്യം വേറെ ആയിരിക്കും, നമുക്ക് അറിയില്ല. ഞാൻ ഈ രേണുസുധിയെ കുറിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. എന്താണ് എന്നോട് ചോദിച്ചു രേണുസുധിയുടെ. ഞാൻ പറഞ്ഞു, ആ കുട്ടി ഭയങ്കരമായ സൗന്ദര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ മേക്ക് ഓവർ ഒക്കെ ചെയ്ത് ബ്യൂട്ടീഷ്യനും കൊളാബൊക്കെ ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോ പ്രോഗ്രാം ചെയ്യണോ, അത് ചെയ്യുന്നു ഒക്കെ ശരി. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് മെയ്ഡ്. ആരും പുഷ് ചെയ്ത് പുള്ളിക്കാരി സ്വന്തമായിട്ട് ഉയർന്നു ഉദ്ഘാടനങ്ങൾ വരെ. അതെ, സ്വന്തമായിട്ട് തള്ളി വരുന്നു. സെൽഫ് പുഷിംഗ് ആണ് പുള്ളിക്കാരി തുടങ്ങി. ഇന്നത്തെ കാലത്ത് ഒരു പണിയില്ലാതെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. സത്യം, നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, ഉണ്ട്. ആ സമയത്ത് രേണുവിനെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് അവരുടെ കഴിവിന്റെ പരമാവധി കൊണ്ടാണ് അതൊക്കെ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കിക്കോട്ടെ. പക്ഷെ അത് നേരെ വണ്ണം കുടുംബം നോക്കാനും കൂടി ആയി, കുടുംബത്തിനെയും ചേർത്ത് പിടിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നോക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എന്താണ്, കുടുംബം നോക്കാതെയും കൊച്ചിനെ കാണിക്കുന്നില്ല. ഇപ്പൊ മോനാണെങ്കിലും ചെറിയ കുട്ടിയാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഇത്ര തിരക്കുണ്ടെങ്കിലും ഏത് ദുബായിലോ അമേരിക്കയിലോ ഒക്കെ പോയിക്കോട്ടെ, ഒരു ദിവസമെങ്കിലും സോഷ്യൽ മീഡിയാസിന്റെ മുമ്പിലാണെങ്കിലും ഇത്രയും നടക്കുന്ന ഒരാൾ. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഇന്നലകളിൽ രേണുവക്കനെ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആളുകൾ പിൽക്കാലത്ത് അത് മാറ്റി പറയുക, ഇതാണ് ഇതിന്റെ ഒരു പരിപാടി. കാര്യം മഞ്ജു പത്രോസ് പുള്ളിക്കാരിയാണെങ്കിലും
ഇതന്നെയായിരിക്കുന്നു പുള്ളിക്കാരിയും റീസെന്റ് ആയിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. രേണുവൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. രേണുവൊക്കെ ഒരു കൊച്ചു കള്ളി തന്നെ. ഇനി നമുക്ക് അടുത്ത കാണാം. പക്ഷെ ഒരു ഞാൻ പറഞ്ഞോട്ടെ, രേണു സുധീരന് പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരു 100 രൂപ പോലും സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സാന്ന് പറയുന്നത് എനിക്ക് ഇതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് പരസ്യമായിട്ട്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി വിളിച്ച് കൂട്ടി പൈസ കിട്ടുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുമോ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്തെങ്കിലും നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, കുറ്റമല്ല. പക്ഷെ ഞാനൊന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷേ ഇപ്പം പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പം ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാ ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്? അപ്പൊ ആൾക്കാർ അത് കയറി നോക്കാൻ വേണ്ടി പുള്ളിക്കാരി ഇപ്പൊ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, പക്ഷെ കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ല കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയൂ. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. കഷ്ടപ്പെട്ടിട്ട് അന്ന് ഇതിനേക്കാളും ലെവൽ ഇപ്പത്തിരി പൊസിഷൻ ആയോ? അതെ അതെ. 100 ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആമ്പിള്ളേര്. മക്കൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും ഇല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, എന്റെ മോൻ വളർന്നു വരുന്നു, ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരും മനസ്സിലും വേണം. ഞാനിപ്പോ രേണു അങ്ങനെ കാണിച്ചിട്ട് കാശുണ്ടാക്കിയെന്നല്ല ഞാൻ പറയണത്. അത് പുള്ളിക്കാരി പറഞ്ഞത് പോയിന്റ്. ഈ മെറ്റ ആക്ച്വലി ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ പറയുന്ന എക്സ്പോസ് ചെയ്ത് വീഡിയോ ഇടുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും അല്ല. പിന്നെ ചില ലേഡീസ് ഈ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യാറില്ല യൂട്യൂബിൽ, അതേപോലെ ആണെങ്കിൽ ഒക്കെ എക്സ്പോസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇടുക എന്നുള്ള രീതിയിൽ ചില ആളുകൾ അങ്ങനെ അതിനെ മാറ്റിയെടുത്താണ്. ഇപ്പൊ നമ്മുടെ ചില സുഹൃത്തുക്കളാണെങ്കിലുണ്ട് സബ്സ്ക്രിപ്ഷൻ ഈ പരിപാടി ചെയ്തത്. ഇൻസ്റ്റയിൽ പബ്ലിക്കായിട്ട് അവരിടുന്ന സെയിം റീൽ വീഡിയോ തന്നെയാണ്, തൊട്ടപ്പുറത്താണെങ്കിലും പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന പബ്ലിക്കിലിടുന്ന സെയിം സംഭവം തന്നെ ഇടുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളുള്ളത്. പിന്നെ അല്ലാതെ ഇവിടെ ഇടാത്ത ബാക്കി ചില കോണ്ടന്റ്സും അപ്പുറത്തോട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. അത് എക്സ്പോസ് ചെയ്തിട്ടുള്ള സംഭവം കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ഇവിടുത്തെ ചില ആളുകളാണ് ഇതുപോലെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലിട്ട് ചില ആളുകൾ മാറ്റിയിട്ടുള്ളത്. അത് ഈ പറയുന്ന രേണുവൊക്കെയും പർപ്പിൾ പുള്ളിക്കാരുടെ അക്കൗണ്ടൊക്കെ ഡീആക്ടിവേറ്റ് ആയിട്ട് പോയതിന്റെ സീനൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരുപാട് ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ആളുകൾ ഇവരെ ഇങ്ങനെ വലിച്ചീറിട്ടുള്ള സാധനം പറയുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് ഇത്രയും സബ്സ്ക്രിപ്ഷൻ പോയേക്കുന്ന ഈ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആളില്ലേ, അതായത് 399 രൂപ ഇത്രയും രൂപയൊക്കെ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പോയേക്കുന്ന ആൾക്കാരാരെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ രേണുക്കടെ തന്നെ ഈ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഈ സംഭവം കണ്ടില്ലേ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പൈസ മുടക്കി സ്വന്തമായിട്ട് പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാകുന്ന പൈസ മുടക്കിയിട്ട് ഇതുപോലെ ഇത് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുക്കാന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യയുടെ എല്ലാത്തിനും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് ആലോചിക്കേണ്ട ഒരു കോമഡി എന്ന് വെച്ചാൽ ഈ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആളുകൾ തന്നെ തിരിച്ചിരുന്ന് വിമർശിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം. പിന്നെ ഇവിടെ ഈ രേണുവക്കയുടെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇതൊക്കെ ചെയ്യുന്നതിന് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്, അത് അവരുടെ താല്പര്യമാണ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് പ്രശ്നമൊന്നും ആവശ്യമില്ല. ഇവിടത്തെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, രേണുവക്ക ഒരു അമ്മയാണ്. അപ്പോൾ കിച്ചുവിൻ്റെ ആണെങ്കിലും നമ്മുടെ ഋതപ്പൻ്റെ ആണെങ്കിലും നാളെ അവർക്ക് പുറത്തോട്ടിറങ്ങുമ്പോൾ അവർക്ക് ആ ഒരു ഇഷ്യൂ ഇപ്പോൾ പുള്ളിക്കാരി ഇവിടെ പ്രിയങ്കനും പുള്ളിക്കാരി പറഞ്ഞ പോലെ തന്നെ അവർക്കതൊരു സീനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം കിച്ചുവിനാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തുറന്ന് പറയാനെ കൊണ്ടുള്ള അങ്ങനെ ഒരു സ്പേസ് രേണുവക്കയുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല, അല്ലെ അങ്ങനെ ഒരു സ്പേസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ കൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ബാധിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുമ്പോൾ നമ്മളപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ ചുറ്റുപാട് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് ചെയ്യാൻ പാടില്ല. ഇത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലെ ഈ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അതിലൊരു സാധ്യതയാണ് സബ്സ്ക്രിപ്ഷൻ. പക്ഷെ അവർ ഉപയോഗിച്ചേക്കുന്നത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. രേണുവൊക്കെ ആണെങ്കിലും ഇവരെല്ലാവരും ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ആലോചിക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൂടി ഇത് ബാധിക്കുന്ന തരത്തിലോട്ട് മാറുമ്പോൾ അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ള കാര്യം തിങ്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ബാക്കി കേൾക്കാം. ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിക്കോട്ടെ, പക്ഷേ ജനങ്ങൾ ഇത്രയും ക്രൂശിക്കാനൊന്നുമില്ല. എന്താ സത്യാവസ്ഥ എന്ന് അവർക്ക് അറിയൂ. അവർക്ക് അറിയാത്തോളം കാലം ഞാൻ രണ്ടുപേരും കുറ്റം പറയില്ല. മോൻ്റെ ഭാഗത്ത് ന്യായം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, രേണുവിൻ്റെ ഭാഗത്ത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അറിയാത്തവരെ കുറിച്ച് പറയാൻ പാടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു, സമൂഹത്തിൽ ഇതുപോലെ നമ്മൾ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയാസിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൂടുതൽ പോസിറ്റീവ് വരും. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതും ഭർത്താവ് മരിച്ചൊരു അല്ലേ, ഭർത്താവ് മരിച്ചതാ. അപ്പം അതിൻ്റെ ഒരിത്തിരി കാണിച്ചെങ്കിൽ അവർക്ക് കൂടുതൽ സ്നേഹം കിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സത്യാവസ്ഥ അറിയാതെ എനിക്ക് കിച്ചുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, രേണുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അവർ നോക്കി അവർ മാറ്റിക്കോളും. ഈ നാളെ ഈ പറയുന്ന കിച്ചു തിരിച്ച് എൻ്റെ അമ്മയാണ് എനിക്ക് അറിയാതെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ തീർന്നാ
അതെ. അത്രയല്ലേ ഉള്ളൂ. അത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കതേ ഉള്ളൂ. നന്നായി പോട്ടെ. സുധി എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അനൂപിൻ്റെ ഫ്രണ്ടാണ്, ഫ്ലവേഴ്സിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത്രയും സ്നേഹമുള്ള ആളാണ് സുധി, അല്ലേ? ഈ ഒരു വിധവ എന്ന നിലയിൽ രേണുക്കയ്ക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ മോസ്റ്റ് മെജോറിറ്റി ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീടുള്ള പോകെയുള്ള പുള്ളിക്കാരുടെ ഈ പ്രവർത്തികളൊക്കെ കാരണമാണ് ഈ മോസ്റ്റ് മെജോറിറ്റി ഇഷ്ടപ്പെട്ട ആളുകൾ മോസ്റ്റ് മെജോറിറ്റി തിരിച്ച് ഇഷ്ടപ്പെടാത്ത രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴും ഇത്രയൊക്കെ കാണിച്ചിട്ടും കിച്ചുവിൻ്റെ വീഡിയോസ് ഒക്കെ വന്നിട്ടും സ്റ്റിൽ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രേണുക്ക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാനിവിടെ സെലക്ട് ഒരു വീഡിയോ കൊടുക്കാം. കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മിഡ്. എടി രേണുക്കൊക്കെ വരെ മിഡ്. ഇത് കഴിഞ്ഞിട്ട് റീസെൻ്റ് ആയിട്ടൊരു പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതായിരുന്നു. ഈ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു 13 വയസ്സുകാരൻ ഇത് പോയിട്ട് എടുത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് പറയാം. നമുക്കതൊന്ന് കേൾക്കാം. സബിലൊക്കെ വന്നിരുന്ന പേയ്മെന്റ് പോയിട്ട് കണ്ടിട്ടായിരിക്കും കാണാൻ വേണ്ടി വരുന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ പുറത്തുപോയി ടി വി കാണിക്കുന്ന സംഭവങ്ങൾ തന്നെയുള്ള അതിനകത്ത് അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പോഴും വന്നിട്ട് എന്നെ തീർന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. പകൽമാന്യമായ ആൾക്കാരാണ്. രാത്രി ഇരുട്ടത്ത് പോവുകയും ചെയ്യും, പകലത്തവരെ കളിയാക്കുകയും ചെയ്യും, ആക്ഷേപിക്കുകയും ചെയ്യും. പക്ഷെ അത് കാണുന്നത് കൂടുതൽ കുട്ടികളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ചർച്ചയായ സബ്സ്ക്രിപ്ഷൻ, ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ നേടിയ മലയാളി പെൺകുട്ടി പർപ്പിൾ ചേച്ചി കാര്യം, ഇതല്ലാതെ ഒരുപാട് നമ്മൾ അറിയാത്ത പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ നേരത്തെ ചെയ്തു വെച്ച കാര്യമാണ്. ഇങ്ങനെ മേനി പ്രദർശനങ്ങളും അല്ലാതെ എന്തും ആയിക്കോട്ടെ, എന്തിനും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന പ്രതീക്ഷയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിതാവിൻ്റെ അടുത്തേക്ക് വരുവാണ്, ഇങ്ങനെ സംഭവം അറിയില്ല. ഞാൻ പറഞ്ഞു, എടോ കണ്ടു, അതൊക്കെ അവർ ഇഷ്ടം. ഈ ലോകത്ത് ഏതെങ്കിലും കാശുണ്ടാക്കാൻ എല്ലാവരും സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, അവരത് ചെയ്തോട്ടെ. എടോ അതല്ല, എൻ്റെ മകൻ 13 വയസ്സുകാരൻ ഇങ്ങനെ സംഭവം കണ്ടായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഇത് പൈസ എടുത്തവൻ ഇങ്ങനെ ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വീഡിയോ കണ്ടു. ഒന്ന് ഓർത്തിവിടെ എൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഇല്ലാത്ത ഒരു ഇതും കാര്യം നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, പലരും മക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കുട്ടിയോട് ഞാൻ ഇതിന് ചെയ്ത് ചർച്ച ചെയ്ത് വേറെ ആളെടുത്ത് പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് എൻ്റെ ക്ലാസ് ടീച്ചർ, എൻ്റെ അടുത്തുള്ള ഒരു ഇന്നാണ്, അവരെ കാണുന്ന പോലെ എനിക്ക് ഇവരെ കാണാൻ തോന്നുന്നു, അല്ലെ തോന്നുന്നു. അപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ കാണാൻ വേണ്ടി ഞാൻ പൈസ ഒപ്പിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തു. 13 വയസ്സാണ് അത് പറഞ്ഞത്. ഈ 13 വയസ്സുകാരൻ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് പൈസ എവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് ഇതുപോലെ എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ തെറ്റുകാരാണ്? രേണുക്കയാണോ, പർപ്പിൾ ചേച്ചിയാണോ, അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണോ? ഇത് ഞാൻ ചേച്ചി അക്കാന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ മച്ചാനും മച്ചമ്പി അതൊന്നും ആരും പറഞ്ഞേക്കില്ല. നമ്മൾ വീഡിയോക്കകത്ത് ആ രീതിയിലല്ലേ നമ്മൾ സംസാരിക്കണം, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ ഇവരെ പോയി എടുക്കുമ്പോഴത്തേക്കിന് തെറ്റുകാർ ഇവരൊക്കെയാണോ? ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാരിലോട്ട് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. ഫേസ്ബുക്കിനെ യൂട്യൂബിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ആളുകളിലോട്ട് അത്ര വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇത് തെരഞ്ഞു പിടിച്ച് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇൻസ്റ്റഗ്രാമിലോട്ട് വരുമ്പോഴത്തേക്കിന് അവരിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നു. എക്സ്ക്ലൂസീവ് കണ്ടന്റ് സ്റ്റോറി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കിടപ്പുണ്ട് എന്നുള്ളത് കൂടുതൽ അവരിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ തെറ്റുകാർ അല്ലെങ്കിൽ ഈ എക്സ്പോസ് ചെയ്ത് വീഡിയോസ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരെങ്ങനെയാണ് തെറ്റുകാരായി മാറുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ കൊടുക്കുന്നു, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനെ കൊണ്ട് കൊടുക്കുന്നു. ആ സമയത്തേക്ക് എന്ത് ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കരുത്, എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പേരൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ ശരിയായ വഴി പോകും, ഏതൊക്കെ തെറ്റായ വഴി പോകും, എന്ത് ശരി എന്ത് തെറ്റെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുകയോ സ്കൂളുകളിൽ നിന്ന് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കുമ്പോഴേക്ക് കുട്ടികളുടെ കയ്യിലൊരു ഫോൺ കിട്ടിയിട്ട് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇതിൻ്റെ കാരണം അവരാണ് മറ്റവരാണെന്നല്ല പറയേണ്ടുന്നത്. ഇതിൻ്റെ കോർ കാരണം ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മുടെ പേരൻസും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം. കുട്ടികൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമുക്ക് ഫോൺ എടുത്തു കഴിഞ്ഞാൽ രേണുക്ക, പർപ്പിൾ ഇവർ മാത്രമല്ല ഉള്ളത്. ഈ പറയുന്ന ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, മിയ ഖലീഫ, സണ്ണി ലിയോൺ ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. എല്ലാവരും അല്ല പറഞ്ഞത്, കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അപ്പം ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് അതും പോയി കണ്ടിട്ടുള്ളത്? അതായത് നമ്മുടെ കയ്യിലൊരു ഫോണോ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. കൃത്യമായിട്ടൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഇത് ശരി തെറ്റുകളൊന്നും പറഞ്ഞു തരാൻ ഒരാളില്ല. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് ലൈസൻസ് എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. എന്ത് ശരി എന്ത് തെറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ച് തരാറുണ്ട്. എന്നാൽ എഴുതിയിട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത് പഠിപ്പിച്ച് തരാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് അവരാണ് തെറ്റുകാരെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. കാര്യം ഈ പറയുന്ന കുറേ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. പിള്ളേർ വഴി തെറ്റിപ്പോകണം, കൊച്ചുകുട്ടികൾ വഴി തെറ്റിപ്പോകുന്നു എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ വഴി തെറ്റിപ്പോകാൻ രേണു, സുധിയും പർപ്പിൾ ഇവരൊക്കെ മാത്രം മതിയോ? ഇവരുള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലായിടത്തും വഴി തെറ്റി പോയിട്ടുള്ളത്? അല്ല. സോഷ്യൽ മീഡിയയിൽ വഴി തെറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ സോഷ്യൽ മീഡിയയിലല്ല, റിയൽ ലൈഫിലാണെങ്കിലും ഒരുപാട് സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ശരി തെറ്റുകൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ശശി പറഞ്ഞേക്കുന്ന അടുത്തൊരു കാര്യത്തോട്ട് നമുക്ക് വരാം. ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാലമാണ്, തുണി അടിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു വീഴുക, ഇതല്ല വേണ്ടത്. എങ്കിലും പൈസ ഒരു സ്ത്രീയല്ല. സ്ത്രീകളുടെ സെക്സ് കാണിക്കാനും അതിന് മറ്റുള്ള ഒരാളെല്ലാം കാണുന്നത് ഒരുപാട് കാണാനായിട്ട് അനുഭവമായിട്ട് വേറെ എന്തെങ്കിലും സംഭവിച്ചില്ല. നമ്മളെല്ലാം കുട്ടികളായിട്ട് ആരെങ്കിലും കാണാൻ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതാവാം ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ആവശ്യമില്ല. നല്ല അധ്വാനിച്ച് ജീവിച്ചൂടെ? ഞാനത് പറയുള്ളൂ. എത്ര തൊഴിൽപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഫീൽഡിലുണ്ട് സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ അതുകൊണ്ട് ജീവിച്ചു എന്നാണ് എന്റെ നിലപാടാണെങ്കിൽ മറ്റുള്ളവരെ
സബ്സ്ക്രിപ്ഷൻ്റെ ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ ഈ സെയിം ഒരു ഒപ്പീനിയൻ തന്നെയാണ് പറഞ്ഞതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. അതായത് ഇവർ കണ്ടില്ലേ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ ചെയ്തതൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. ഇത് സ്ത്രീകൾ മാത്രം ചെയ്യുന്ന, പെൺകുട്ടികൾ മാത്രം ചെയ്യുന്നൊരു സംഭവമല്ല. തൊട്ടിപ്പുറത്ത് ആൺകുട്ടികളും ജിമ്മന്മാരായിട്ടുള്ള ആൾക്കാർ അണ്ടർവെയറിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നില്ലേ. അപ്പോൾ ഈ സെയിം കമൻറ്റ് ഈ ജീവിച്ച് കാണിക്കുന്നു, ക്രോസ് ഇട്ടിട്ട് കാണിച്ച് ജീവിക്കുന്നു, ടിക്കറ്റിട്ടുള്ള ഈ സംഭവങ്ങൾ അവിടെ കാണാറുണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാതിരിക്കാൻ, നോട്ട് ഇൻട്രസ്റ്റ് അടിക്കാനും, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനും, കയ്യിലെ സ്വന്തം നമ്മുടെ പോക്കറ്റിലെ പൈസ കൊടുത്ത് കാണാതിരിക്കാനുള്ള ഒരു ചോയ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ? അത് ചെയ്യാണ്ട് അത് സബ്സ്ക്രൈബും ചെയ്ത് പിന്നെ അത് കയറി ഇരുന്ന് കാണുകയും ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്ന കണ്ടില്ലയോ, അത് ശരിയല്ല കേട്ടോ. എന്നിട്ട് കുട്ടികൾ അങ്ങനെ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. എന്താണെങ്കിലും ഇത്രയും കിട്ടും. നിങ്ങൾക്ക് എന്താ തോന്നാനുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.